തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും സ്ഫോടനമുണ്ടായി. പുതുക്കാട് കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് 6 മാസത്തിനകം ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. പാലത്തിന്റെ മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതോടെ ഗതാഗതം മുടങ്ങിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായുള്ള അപേക്ഷകളുടെ എണ്ണം കുതിക്കുന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10.05 ലക്ഷം അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 18.18 ലക്ഷമായി ഉയർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. 40ഓളം തൊഴിലാളികൾക്ക് പൊള്ളലേറ്റതായാണ് വിവരം. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും സ്ഫോടനമുണ്ടായി. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന ശാലയിലാണ് തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായത്. എത്ര തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. അതേസമയം ഉച്ചയ്ക്ക് ഇവിടേക്ക് 40ഓളം പേർക്ക് ഉച്ചഭക്ഷണം വാങ്ങിയിരുന്നതായി പറയുന്നു. അതുകൊണ്ട് 40ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നതായി കരുതുന്നു. പോലീസും ഫയർഫോഴ്സും ആംബുലൻസും ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 24-ന് നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ടിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ അടക്കമുള്ളവയാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. തൃശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. സ്ഫോടനത്തിന് കാരണം ഇതാണോ എന്ന് സംശയമുണ്ടെങ്കിലും സ്ഥിരീകരണം വന്നിട്ടില്ല. സ്ഫോടനത്തിന്റെ ശബ്ദം കിലോമീറ്ററോളം കേട്ടിരുന്നു. പലരും ഭൂകമ്പം ആണെന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. പിന്നീടാണ് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനമാണെന്ന് മനസ്സിലായത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട്. പ്രദേശത്താകെ കനത്ത പുകയും തീയും ഉള്ളതിനാലും വെടിക്കെട്ട് സ്ഫോടക വസ്തുക്കൾ ഇനിയും ഉണ്ടോ എന്ന് വ്യക്തമല്ലാത്തതിനാലും രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടെയാണ് നടക്കുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും സ്ഫോടനം ഉണ്ടായതോടെ കൂടുതൽ ജാഗ്രതയിലാണ് രക്ഷാപ്രവർത്തകർ. പരിക്കേറ്റ 8 പേരുടെ നില ഗുരുതരമാണെന്നാണ് സൂചനകൾ. പൊട്ടാത്ത വെടിക്കെട്ട് സാമഗ്രികൾ നിർവീര്യമാക്കാതെ രക്ഷാപ്രവർത്തനം എളുപ്പമാകില്ല എന്നും സൂചനയുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ ആശുപത്രികളിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ തീപിടുത്തത്തിൽ നിരവധി പേർക്ക് അതീവ ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. 40ഓളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നതായി കരുതുന്നു. 24-ന് നടക്കേണ്ട സാമ്പിൾ വെടിക്കെട്ടിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ അടക്കമുള്ളവയാണ് ഇവിടെ നിർമ്മിച്ചിരുന്നത്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്തുണ്ടായ സ്ഫോടനം നടന്ന് 3 മണിക്കൂറിനുള്ളിൽ 12 മരണം സ്ഥിരീകരിച്ചു. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനും 27-ന് പുലർച്ചെ നടത്തുന്ന വെടിക്കെട്ടിനും പകൽപൂരത്തിന്റെ വെടിക്കെട്ടിനുമായി നിർമ്മിച്ച കുഴിമിന്നികളടക്കം വമ്പൻ ശേഖരമാണ് പൊട്ടിത്തെറിച്ചത്. കടുത്ത ചൂടാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 6000 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്നാണ് കരുതുന്നത്. 40 പേരോളം ഇവിടെ ജോലി ചെയ്തിരുന്നതായാണ് വിവരം. മുണ്ടത്തിക്കോടിനു സമീപം പാടത്തിന് നടുവിലുള്ള വെടിക്കോപ്പ് നിർമ്മാണ പുരയിലാണ് അപകടം നടന്നത്. അപകടത്തിൽ പാടത്ത് നിന്ന് ഏറെ അകലെയുള്ള വീടുകളിലെ ജനൽ ചില്ലുകളടക്കം തകർന്നു. സ്ഫോടനത്തിന്റെ പ്രകമ്പനം കിലോമീറ്റർ ദൂരത്തോളം അനുഭവപ്പെട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഭൂകമ്പമെന്നാണ് പലരും കരുതിയത്. ഉച്ചയ്ക്ക് 3:30-ഓടെയാണ് സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറി തുടരുന്നതിനാൽ ഫയർഫോഴ്സിനും മറ്റു രക്ഷാപ്രവർത്തകർക്കും അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ കോളേജിന് പുറമെ തൃശൂർ ജില്ലാ ആശുപത്രി അടക്കമുള്ള സമീപസ്ഥ ആശുപത്രികളും സജ്ജമാക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മീഡിയ ടൈം, തൃശൂർ. പുതുക്കാട് കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് 6 മാസത്തിനകം ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. പണി പൂർത്തിയായ പാലത്തിന്റെ മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതോടെ ഗതാഗതം മുടങ്ങിയിരുന്നു. വൻ തുക ചെലവഴിച്ചിട്ടും 4 സർക്കാരുകളുടെ ഭരണകാലം പൂർത്തിയായിട്ടും ആറ്റപ്പള്ളി പാലത്തിൽ ഇതുവരെ വാഹന ഗതാഗതം പോലും സാധ്യമായിട്ടില്ല.
20 വർഷം മുൻപ് 4.75 കോടി രൂപയിൽ പണി ആരംഭിച്ച പദ്ധതിക്ക് ഇതുവരെ 17.24 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഇതുവരെ പാലം കമ്മീഷൻ ചെയ്യാനോ ഗതാഗത യോഗ്യമാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇനിയും പണി പൂർത്തിയാക്കാൻ 13.90 കോടി രൂപ വേണമെന്നാണ് ജലവിഭവ വകുപ്പിന്റെ എസ്റ്റിമേറ്റിൽ പറയുന്നത്. അനുബന്ധ റോഡ് നിർമ്മാണത്തിന് മാത്രമായി വകുപ്പ് തയ്യാറാക്കിയ തുകയ്ക്ക് ആരും കരാറെടുക്കാൻ തയ്യാറായില്ല. 20% തയ്യാറായ കമ്പനിക്ക് കരാർ നൽകി 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം സാധ്യമാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VA ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിന് പിന്നാലെയാണ് മറ്റത്തൂർ ഭാഗത്തേക്കുള്ള റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. ഇതിലെ വാഹന ഗതാഗതം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആറ്റപ്പള്ളി റെഗുലേറ്റർ കമ്മിറ്റി സെക്രട്ടറി ജോസഫ് ചതലൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായുള്ള അപേക്ഷകളുടെ എണ്ണം കുതിക്കുന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10.05 ലക്ഷം അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 18.18 ലക്ഷമായി ഉയർന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ തുടങ്ങും. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ അപേക്ഷിക്കാം. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. മലപ്പുറം ജില്ലയിലാണ് അപേക്ഷകർ കൂടുതൽ. 2.55 ലക്ഷമാണ് അപേക്ഷകരുടെ എണ്ണം. ഇവരിൽ 2.4 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങി. തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. 1.91 അപേക്ഷകരാണ് ജില്ലയിലുള്ളത്. 1.69 ലക്ഷം പേർക്കാണ് പെൻഷൻ കിട്ടിയത്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ്. 51,479 പേരാണ് അപേക്ഷകർ. ഇതിൽ 44,851 പേർക്ക് പെൻഷൻ അനുവദിച്ചു. ബാക്കി അപേക്ഷകൾ പരിശോധനയിലാണ്. 35-നും 60-നും ഇടയിലുള്ള മഞ്ഞ, പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹതയുള്ളത്. സംസ്ഥാനത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ ചെയ്താലോ റേഷൻ കാർഡ് മാറിയാലോ പെൻഷൻ കിട്ടില്ല. അനർഹമായി പെൻഷൻ വാങ്ങിയാൽ 18% പലിശ സഹിതം തിരികെ ഈടാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ 2026 ജൂൺ 7 തിരുഹൃദയത്തിന്റെയും ജൂൺ 9 നടക്കുന്ന വിശുദ്ധ അന്തോണിസിന്റെയും ഊട്ടുതിരുനാളുമായി ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ലത്തീൻ പള്ളി വികാരിയും വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ റെക്ടറുമായ ഷൈജൻ കളത്തിൽ, സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ സൂര്യ, ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ബെന്നി CL, സാംസൺ ഓടത്തിങ്കൽ, അനിൽ മണിത്തോട്ടം, ജോൺ ലീ മാത്യു, ഡാഫി ആന്റണി, ഡീന ജോൺസൺ, ബെന്നി ചക്കാലക്കൽ, ഷാരോൺ RS കൈക്കാരന്മാർ എന്നിവർ പങ്കെടുത്തു. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ് സുറിയാനി പള്ളിയിൽ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ഭാവായുടെ 345-ാം ശ്രാദ്ധ പെരുന്നാൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ നടക്കുമെന്ന് പള്ളി വികാരി ഫാദർ എൽദോ ആലുക്ക, സെക്രട്ടറി പ്രൊഫസർ രഞ്ജൻ എബ്രഹാം അമ്പൂക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5:30 കൊടികയറ്റം, 7-ന് പ്രദക്ഷിണം, 27 ഉച്ചയ്ക്ക് 12-ന് നേർച്ച സദ്യ ആരംഭം എന്നിവ നടക്കും. സഹവികാരിമാരായ ഫാദർ എൽദോ വർഗീസ് കുളങ്ങര, ഫാദർ ഡോൺ പോൾ താടിക്കാരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായിരുന്ന EK ഗോപിനാഥന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കാവനാട് പഞ്ചമി വായനശാലയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. അക്ഷരം പഠനക്കളരി കോർഡിനേറ്റർ EK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. EK ഗോപിനാഥന്റെ പത്നി KK സോജ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം MK ബാബു, അക്ഷരം പഠനക്കളരി ഫെസിലിറ്റേറ്റർ പാർവതി കൃഷ്ണൻ, ചെട്ടിക്കുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ദേവിക സംഘമിത്ര, സുജീഷ് KS ആദിത്യൻ എന്നിവർ സംസാരിച്ചു. മാടവന SN നഗർ നടുമുറി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി നടുമുറി ബാബുശാന്തി കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രം ശാന്തിമാരായ നടുമുറി ബാലു, നിതിൻ, കീഴ്ശാന്തിമാരായ ഗൗരി ശങ്കരൻ, മൃദുൽ ദേവ് തുടങ്ങിയവർ കാർമ്മികരായിരുന്നു. പ്രസിഡന്റ് NS ആനന്ദൻ, സെക്രട്ടറി NN ഷാജി, വൈസ് പ്രസിഡന്റ് NB ശ്രീനിവാസൻ, ജോയിന്റ് സെക്രട്ടറി NK രാധാകൃഷ്ണൻ, ട്രഷറർ NS മധു, കമ്മിറ്റി അംഗങ്ങളായ NG സതീശൻ, NJ സജീഷ്, NV സജീവൻ, NP ബിജു, NV ഷൈബു, NG ബാബുരാജ്, NN പ്രദീപ്, NA ശശി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും സ്ഫോടനമുണ്ടായി. പുതുക്കാട് കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് 6 മാസത്തിനകം ഗതാഗത യോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി. പാലത്തിന്റെ മറ്റത്തൂർ ഭാഗത്തേക്കുള്ള അനുബന്ധ റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതോടെ ഗതാഗതം മുടങ്ങിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായുള്ള അപേക്ഷകളുടെ എണ്ണം കുതിക്കുന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10.05 ലക്ഷം അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 18.18 ലക്ഷമായി ഉയർന്നു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.